ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം ന്യൂട്രി മിക്സ് കൊണ്ടുള്ള ഒരു അടയാണ്. എങ്ങനെയാണിത് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു 4 അച്ച് ശർക്കര ഇങ്ങനെ ചിരകിയത്, ഒരു കപ്പ് തേങ്ങ, ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് അമൃതം ന്യൂട്രി മിക്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാനൊരു 2 കപ്പ് വെള്ളം ഇവിടെ തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട്, ഇതിലേക്ക് ചേർത്ത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ മിക്സിലേക്ക് ഒരു 2 ഏലക്ക പൊടിച്ച് കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഇനി നമുക്ക് ഈ ചൂടുവെള്ളം, തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഇളക്കി കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂട് വെള്ളം അതിൽ ചേർക്കുന്നത്. ചിലർ വെറും പച്ചവെള്ളത്തിലും കുഴച്ചിട്ടുണ്ടാക്കുന്നത് കാണാറുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴയ്ക്കുന്നതാണ് നല്ലത്. വെള്ളം അല്പാൽപമായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ കുഴയ്ക്കാൻ പോകുന്നത്. ചൂടൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട്. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി കൊടുക്കാം. ഇല വാട്ടി അതിലേക്ക് ഒരു ഉരുള മാവ് എടുത്തിട്ട് നന്നായിട്ട് കനം കുറഞ്ഞ് പരത്തി കൊടുക്കുക. ഞാനിവിടെ ഇടയ്ക്ക് ഇത്തിരി വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട്, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ശർക്കര അതിങ്ങനെ ഒരു സൈഡിലേക്ക് പരത്തി ഇട്ട് കൊടുക്കാം. സൈഡും മടക്കി കൊടുത്ത് എല്ലാം ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ബാക്കി മാവ് കൂടി പരത്തി കൊടുക്കാം. ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഏകദേശം 2 കപ്പോളം വെള്ളം എടുത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ പരത്തി വരുന്ന സമയം കൊണ്ട് ആ വെള്ളം തിളയ്ക്കും. നമുക്കിത് മുഴുവൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ അട പരത്തിയത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. 20 മിനിറ്റോളം വേണ്ടിവരും ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരാൻ. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ അമൃതം പൊടി അട റെഡി ആയിട്ടുണ്ട്. കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.